യോശുവ അധ്യായം 10. യോശുവ ഹായി പട്ടണം പിടിച്ച് നിർമൂലമാക്കിയെന്നും അവൻ യെരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്തു എന്നും ഗിബയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്തു അവരുടെ കൂട്ടത്തിലായി എന്നും യെരൂശലേം രാജാവായ അദോനി സേദക് കേട്ടപ്പോൾ ഗിബയോൻ രാജനഗരങ്ങളിൽ ഒന്നുപോലെ വലിയൊരു പട്ടണവും ഹായിയേക്കാൾ വലിയതും അവിടുത്തെ പുരുഷന്മാർ എല്ലാവരും പരാക്രമശാലികളുമായിരുന്നതുകൊണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു. ആകയാൽ യെരൂശലേം രാജാവായ അദോനി സേദക് ഹെബ്രോൻ രാജാവായ ഹോഹാമിന്റെയും യർമൂദ് രാജാവായ പിറാമിന്റെയും ലാഖിഷ് രാജാവായ യാഹിയയുടെയും യഗ്ലോൻ രാജാവായ ദെബരിന്റെയും അടുക്കൽ ആളയച്ചു. ഗിബയോൻ യോശുവയോടും ഇസ്രായേൽ മക്കളോടും സഖ്യത ചെയ്യുകൊണ്ട് നാം അതിനെ നശിപ്പിക്കേണ്ടതിന് എന്നെ സഹായിപ്പിൻ എന്ന് പറയിച്ചു. ഇങ്ങനെ യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖിഷ് രാജാവ്, എഗ്ലോൺ രാജാവ് എന്നീ 5 അമോര രാജാക്കന്മാരും ഒരുമിച്ചു കൂടി. അവരും അവരുടെ സൈന്യങ്ങളൊക്കെയും ചെന്ന് ഗിബയോന് നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ ഗിബയോന്യർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ആളയച്ചു. അടിയങ്ങളെ കൈവിടാതെ വേഗം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. പർവ്വതങ്ങളിൽ പാർക്കുന്ന അമോര രാജാക്കന്മാർ ഒക്കെയും ഞങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാറെ യോശുവയും പടജനമൊക്കെയും സകല പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. യഹോവ യോശുവയോട് അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല എന്ന് അരുളിച്ചെയ്തു. യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവനും നടന്നു. പെട്ടെന്ന് അവരെ എതിർത്തു. യഹോവ അവരെ ഇസ്രായേലിന്റെ മുമ്പിൽ കുഴക്കി. ഗിബയോണിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ചു. ബേത്ത് ഹൊറോണിലേക്കുള്ള കയറ്റം വഴിയായി അവരെ ഓടിച്ചു. അസേക്ക വരെയും മക്കേദ വരെയും അവരെ വെട്ടി. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി. ബേത്ത് ഹോറോൻ ഇറക്കത്തിൽ വെച്ച് അസേക്ക വരെ യഹോവ ആകാശത്തു നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ചു. അവരെ കൊന്നു. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അനന്തരം യോശുവയും ഇസ്രായേലൊക്കെയും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ആ രാജാക്കന്മാർ ഏവരും ഓടി മക്കേദയിലെ ഗുഹയിൽ ചെന്ന് ഒളിച്ചു. രാജാക്കന്മാർ ഏവരും മക്കേദയിലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ട് എന്ന് യോശുവയ്ക്ക് അറിവ് കിട്ടി. എന്നാറെ യോശുവ ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ചു അവരെ കാക്കേണ്ടതിന് അവിടെ ആളയക്കുന്നു. നിങ്ങളോ നിൽക്കാതെ ശത്രുക്കളെ പിന്തുടർന്നു അവരുടെ പിൻപടയെ സംഹരിപ്പിൻ. പട്ടണങ്ങളിൽ കടപ്പാൻ അവരെ സമ്മതിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒടുങ്ങും വരെ യോശുവയും ഇസ്രായേൽ മക്കളും അവരിൽ ഒരു മഹാസംഹാരം നടത്തിക്കഴിഞ്ഞപ്പോൾ ശേഷിച്ചവർ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ശരണം പ്രാപിച്ചു. ജനമൊക്കെയും സമാധാനത്തോടെ മക്കേദയിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി വന്നു. ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തന്റെയും നേരെ ആരും തന്റെ നാവ് അനക്കിയതുമില്ല. പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്നു രാജാക്കന്മാരെ ഏവരെയും ഗുഹയിൽ നിന്ന് എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. യെരൂശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യർമൂത്ത് രാജാവ്, ലാഖിഷ് രാജാവ്, എഗ്ലോൺ രാജാവ് എന്നീ 5 രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെയൊക്കെയും വിളിപ്പിച്ചു. തന്നോടുകൂടി പോയ പടജനത്തിന്റെ അധിപതിമാരോട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പിൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. യോശുവ അവരോട്, ഭയപ്പെടരുത്, ശങ്കിക്കരുത്, ഉറപ്പും ധൈര്യവും
ഉള്ളവരായിരിപ്പിൻ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന സകല ശത്രുക്കളോടും യഹോവ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം യോശുവ അവരെ വെട്ടിക്കൊന്നു 5 മരത്തിന്മേൽ തൂക്കി. അവർ സന്ധ്യ വരെ തൂങ്ങിക്കിടന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് യോശുവയുടെ കൽപ്പന പ്രകാരം അവരെ മരത്തിന്മേൽ നിന്ന് ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിലിട്ടു. ഗുഹയുടെ ദ്വാരത്തിങ്കൽ വലിയ കല്ല് ഉരുട്ടിവെച്ച് അത് ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. അന്ന് യോശുവ മക്കേദ പിടിച്ചു, വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിനെയും അതിലെ രാജാവിനെയും അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി. ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ യെരിഹോ രാജാവിനോട് ചെയ്തതുപോലെ തന്നെ മക്കേദ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും മക്കേദയിൽ നിന്ന് ലിബ്നയ്ക്ക് ചെന്ന് ലിബ്നയോട് യുദ്ധം ചെയ്തു. യഹോവ അതിനെയും അതിലെ രാജാവിനെയും ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവിടെ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. യെരിഹോ രാജാവിനോട് ചെയ്തതുപോലെ അവർ അവിടത്തെ രാജാവിനോടും ചെയ്തു. യോശുവയും അവനോടുകൂടെ ഇസ്രായേലൊക്കെയും ലിബ്നയിൽ നിന്ന് ലാഖിഷിന് ചെന്നു അതിന്റെ നേരെ പാളയം ഇറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. യഹോവ ലാഖിഷിനെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അതിനെ 2-ാം ദിവസം പിടിച്ചു. ലിബ്നയോട് ചെയ്തതുപോലെ ഒക്കെയും അതിനെയും അതിലുള്ള എല്ലാവരെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അപ്പോൾ ഗേശൂർ രാജാവായ ഹോരോം ലാഖിഷിനെ സഹായിപ്പാൻ വന്നു. എന്നാൽ യോശുവ അവനെയും അവന്റെ ജനത്തെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു. യോശുവയും ഇസ്രായേലൊക്കെയും ലാഖിഷിൽ നിന്ന് എഗ്ലോന് ചെന്നു അതിന്റെ നേരെ പാളയമിറങ്ങി അതിനോട് യുദ്ധം ചെയ്തു. അവർ അന്ന് തന്നെ അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ലാഖിഷിനോട് ചെയ്തതുപോലെ ഒക്കെയും അവർ അതിലുള്ള എല്ലാവരെയും അന്ന് നിർമൂലമാക്കി. യോശുവയും ഇസ്രായേലൊക്കെയും എഗ്ലോനിൽ നിന്ന് ഹെബ്രോന് ചെന്നു അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവർ അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും അതിലുള്ള എല്ലാവരെയും സംഹരിച്ചു. അവർ എഗ്ലോനോട് ചെയ്തതുപോലെ ഒക്കെയും അതിനെയും അതിലുള്ള സകല മനുഷ്യരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും തിരിഞ്ഞ് ദെബിരീന് ചെന്നു അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ അതിനെയും അതിലെ രാജാവിനെയും അതിന്റെ എല്ലാ പട്ടണങ്ങളെയും പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അതിലുള്ള എല്ലാവരെയും ആരും ശേഷിക്കാതെ വണ്ണം നിർമൂലമാക്കി. അവൻ ഹെബ്രോനോട് ചെയ്തതുപോലെയും ലിബ്നയോട് അതിലെ രാജാവിനോട് ചെയ്തതുപോലെയും ദെബീരിനോടും അതിലെ രാജാവിനോടും ചെയ്തു. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. യോശുവ കാദേശ് ബർണേയ മുതൽ ഗസ്സ വരെയും ഗിബിയോൻ വരെയും ഗോഷ്യൻ ദേശമൊക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെ ഒക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിന്റെ രാജാവായ യഹോവയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ആമേൻ.